മച്ചാമാരെ അപ്പൊ എല്ലാവർക്കും അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ പുറകെ കിടക്കുന്ന വണ്ടി ഒരു മോഹവണ്ടി, ഒരു കിടിലൻ ഹോണ്ട സിവിക് 2007 മോഡൽ വണ്ടിയാണ്. വെറും ചീപ്പ് റേറ്റിനാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വേണ്ടി തന്നത്. അപ്പൊ ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ചോദിച്ച വണ്ടിയാണ് ഹോണ്ട സിവിക്. അപ്പൊ ഗിയോ ഇട്ട സിവിക് കണ്ടിട്ടാണ് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് സിവിക്കിന്റെ കാര്യം ചോദിക്കുന്നത്. സിവിക് വേറെ ഉണ്ടാ, അത്യാവശ്യം നല്ല വണ്ടി, കണ്ടീഷൻ വണ്ടി. പിന്നെ പിള്ളേർ സെറ്റാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്, മോഡിഫൈഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഫാമിലി യൂസ് ആയിട്ടും പറ്റും. നല്ല രീതിയിൽ കിടിലൻ പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് നമ്മുടെ സിവിക്. അതിന്റെ ലുക്ക് തന്നെ ഏകദേശം കിടക്കുകയാണ് അങ്ങോട്ട്. നല്ല ഒരു കിടിലൻ സെഡാൻ കാറാണ് നമ്മുടെ സിവിക്. അപ്പോൾ ഇതൊരു ചീപ്പ് റേറ്റ് വാഹനമാണ്. അപ്പോൾ നമുക്ക് വണ്ടിനെ കുറിച്ച് കൂടുതൽ കാണാം, ഇന്റീരിയർ, ഔട്ട് സൈഡ്, എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതൊരു എന്താ പറയാ, താല്പര്യത്തോടുകൂടി എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഒക്കെ ആയിട്ട് ഈ ഒരു വാഹനം കൊടുക്കോട്ടാ. അപ്പോൾ മച്ചാമരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ആയിട്ടും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിനെ കുറിച്ച്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇന്റീരിയർ, ഔട്ട് സൈഡ്, എഞ്ചിൻ എല്ലാം നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മച്ചാമരെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിവിക്. കമ്പനി സ്റ്റോക്ക് കൊടുക്കണ അലോയ് ടയറൊക്കെ തന്നെയാണ്. നല്ല ബ്ലാക്കിഷ് ആയിട്ടുണ്ട്. പെയിന്റിങ് നല്ല കിടലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2007 മോഡലായിട്ടുള്ള ഹോണ്ട സിവിക് ആണ്. KL10 ആണ്. നമ്മുടെ മലപ്പുറം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് പേപ്പറുകൾ 2026, 27 വരെ പേപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാമാണ്. പിന്നെ കമ്പനി കൊടുക്കണ അലോയി കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയറൊക്കെ പുതുത്തരാണ്, വലിയ കുറഞ്ഞിട്ടൊന്നുമില്ല. സ്പെഷ്യലി പിന്നെ എടുത്ത് പറയേണ്ടത് പെയിന്റിംഗ് ഒക്കെ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തേക്കുന്ന വണ്ടി തന്നെയാണ്. സ്റ്റോക്ക് ലുക്കിലാണ് വന്നത്, ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യമൊന്നുമില്ല. 2007 തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ്. 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് അതിൻ്റെ ഇന്റീരിയർ ഭാഗം, പിന്നെ ഈ ഇവിടുത്തെ ബീഡിംഗ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരാനുണ്ട്, അതൊക്കെ ഇട്ടിട്ടേ കൊടുക്കുള്ളൂ. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി കൊടുക്കുന്ന ഇന്റീരിയർ ഒക്കെ തന്നെയാണ്. സീറ്റൊക്കെ ചെറുതായിട്ടൊന്നും മങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വളരെ ക്ലീൻ ആക്കിയിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റൂഫ് ടോപ്പൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു മീഡിയം ക്വാളിറ്റി. പിന്നെ ഒരുപാട് പ്രൈസൊന്നും നമ്മൾ പറയണമൊന്നുമില്ല, അതിനുള്ള ആ ഒരു ക്യാഷിനുള്ള ഒരു പ്രൈസ് ഈ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചുള്ള ക്യാഷ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. KL10 നമ്മുടെ മലപ്പുറം രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല സിൽവർ കളറായിട്ടുള്ള നല്ല കിടിലൻ വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കളർ കിട്ടും കേട്ടോ, നമ്മുടെ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടിക്ക് സ്പെഷ്യലി വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല. നമുക്ക് ഏതായാലും ജസ്റ്റ് എൻജിൻ റൂമും എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഈ ഇൻറ്റീരിയർ, ഔട്ട് സൈഡ് കാര്യങ്ങൾ അതെല്ലാം കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് റണ്ണിങ് ഒന്ന് നോക്കണം. റണ്ണിങ് കൂടി നോക്കിയിട്ട് വേണം ബാക്കി ഇതിൻ്റെ റേറ്റ് വിവരങ്ങളിലേക്ക് കിടക്കാൻ. അപ്പോൾ നമുക്കിനി ഏതായാലും എൻജിൻ റൂം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ അത്യാവശ്യം സിവിക്കിൻ്റെ ഒക്കെ പറയുമ്പോൾ പഴയ വണ്ടിയാണെങ്കിലും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും എൻജിൻ റൂം കാര്യങ്ങൾ. ഇത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഓയിൽ ലീക്ക് ഉണ്ട്, വലിയ വിഷയമൊന്നുമില്ല, വേറെ തട്ടല് മുട്ടല് സ്ക്രാച്ച് ഒന്നുമില്ല. ഒരു ഇവിടുത്തെ ഒരു പീസ് ഉണ്ട്, അത് പെയിന്റ് അടിക്കാൻ വേണ്ടി മാറ്റിയതാണ്. അത് വേറെ പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു വേറെ പോർഷനായിട്ട് ഇങ്ങനെ വരും, അതൊക്കെ വെച്ച് കൊടുക്കുകയുള്ളൂ. ബാറ്ററി കുഴപ്പമൊന്നുമില്ല. ചെറിയ എഞ്ചിൻ ലീക്ക് ഉണ്ട്, എന്നാലും വലിയ വിഷയമില്ല. അതെല്ലാം സിവിക്കിനുള്ളതാണ്, എൻ്റെ സിവിക്കിനുണ്ട്. പിന്നെ നമ്മൾ അതിന് ശേഷം വേറെ സിവിക്ക് കാണിച്ചായിരുന്നു, അതിനും ഉണ്ടായിരുന്നു. വേറെ വലിയ സീനൊന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് എഞ്ചിനൊക്കെ ആണെങ്കിലും. ഇനിയിപ്പോൾ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചിരുന്നു തോന്നുന്നു. റൂഫ് ടോപ്പൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എടുക്കുന്നവർക്ക് ഇനിയിപ്പോൾ വേറൊരു പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ പെയിന്റ് അടിച്ച് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ചെറിയൊരു പൊട്ടലുണ്ട് ഈ ഒരു ടെയിൽ ലൈറ്റിന്, അതൊക്കെ മാറ്റി പുതിയ മോഡൽ DRLൊക്കെ വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യം എല്ലാം പറഞ്ഞു തന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും. പിന്നെ മച്ചാൻ വരെ ഇന്റീരിയർ ഭാഗം ഞാൻ കാണിച്ചാറുണ്ടായി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴും എല്ലാം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു മീഡിയം ക്വാളിറ്റി എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന സിവിക്കാണ് ഒരു ഹോണ്ട സിവിക്. പ്രൈസ് ഒരുപാട് പ്രൈസും ഇതിന് പറയുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്കിത് റണ്ണിങ് കണ്ടീഷൻ ഓടിച്ച് നോക്കാം, എന്നിട്ട് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ പറയാം. പിന്നെ സ്പെഷ്യലി വേറൊരു കാര്യം കൂടി പറയാണ്ട്, ചെറിയ ചിന്നൽ വീണിട്ടുണ്ട് കേട്ടോ മെയിൻ ഗ്ലാസ്. വേറെ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടായതല്ല, ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഇട്ടിട്ട് തേങ്ങ വീണെന്നൊക്കെയാണ് പറയണത്. ഇതുണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് വന്ന് ഇവിടെ വീണാണ്, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും. അപ്പോൾ ഏതായാലും നമുക്കിനി റണ്ണിങ് കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കാം മച്ചാമാരെ. അപ്പോൾ നമ്മുടെ സിവിക്ക് എങ്ങനെയുണ്ടെന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, എൻ്റെ ഉണ്ടായ വണ്ടിയാണ് സിവിക്ക്, അതുകൊണ്ട് തന്നെ
നല്ല രീതിയിൽ ഞാനും ഒരുപാട് ഓടിച്ച് പൊളിച്ച വണ്ടിയാണ് സിവിക്ക്. പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇതിന്റെ ആ ഇരിപ്പും പെർഫോമൻസ് ആണ്. ഒന്നും പറയാനില്ല. ഇതിന്റെ ആ ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് എന്ന് നേരത്തെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് സിവിക്ക് ഓടിച്ചു നോക്കാം. സീറ്റ് ബെൽറ്റ് ഇറങ്ങില്ല, ചെറിയ റോഡാണ്, അതുകൊണ്ടാണ് മെയിൻ റോഡിലേക്ക് ഇറങ്ങില്ല. ചെറിയ റോഡ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇതിന്റെ റണ്ണിങ് ക്വാളിറ്റി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മുടെ റണ്ണിങ് ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു സിവിക്കും ഓടിച്ചു നോക്കിയാണ്. 2007 മോഡൽ വണ്ടി, ഒരു കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ്. തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓട്ടം കുറവാണ്, 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളത്. നമ്മുടെ ആ ഫസ്റ്റ് ഗീവ് ഇട്ട ബ്ലാക്ക് സിവിക്ക് വന്നത് 150 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അത്രയും ഓട്ടം ഇതിന് ആയിട്ടില്ല. അപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക. സംഭവം യാത്രാസുഖം വളരെ പക്കയുണ്ട. പിന്നെ അതിന്റെ ആ ഡ്രൈവിംഗ് കംഫോർട്ട് തന്നെയാണ് ഈ സിവിക്കിന്റെ അല്ല, ഹോണ്ടയുടെ എല്ലാ വണ്ടികളുടെയും ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഡ്രൈവിംഗ് കംഫോർട്ട് തന്നെയാണ്. ഏത് സിറ്റിയിലായാലും കുണ്ടും കുഴിയും കട്ടറ റോഡായാലും നമ്മ അറിയൂല ഈ ഒരു വണ്ടി പോണതും മൂവ്മെന്റും. ഏതായാലും നമുക്ക് ജസ്റ്റ് ഞാൻ ഈ ഒരു ഹൈവേ കൂടെ ഒന്ന് കയറി ഓടിപ്പിച്ച് കാണിച്ചു തന്നാണ് നിങ്ങളാ. അപ്പൊ മച്ചാമാരെ, ഇനിയിപ്പോ എന്താ പറയാ, ഇതിന്റെ ഇന്റീരിയർ ഔട്ട് സൈഡ് എഞ്ചിൻ ഭാഗം എല്ലാം കണ്ട്. അപ്പൊ ഇനി വില ഭാഗത്തിലേക്ക് വരാം. വില നല്ല രീതിയിൽ കുറവുണ്ട്, ഒരു ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സിവിക്ക് എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഈ ഒരു വീഡിയോ സിവിക്ക് വേണ്ട ഫ്രണ്ട്സിനൊക്കെ മെൻഷൻ ചെയ്ത് അയച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി വില വിവരത്തിലേക്ക് വരാം മച്ചാമാരെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഹോണ്ട സിവിക്ക് ഇന്റീരിയർ, എക്സ്റ്റീരിയർ, അതുപോലെ തന്നെ റണ്ണിങ്, മൊത്തത്തിലെ എഞ്ചിൻ ഭാഗം എല്ലാം കണ്ട്. അപ്പോൾ 2007 മോഡല് തേർഡ് ഓണർഷിപ്പ്, 1,00,000 കിലോമീറ്റർ, 1,10,000 കൂട്ടിക്കോ 5 ആയിട്ടുള്ള കിലോമീറ്റർ ഓടിയ വണ്ടി. പുതിയ പെയിന്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓക്കെ ആക്കി ഇട്ടേക്കണ വണ്ടി. അപ്പോൾ ചോദിക്കണ പ്രൈസ് വെറും 1,75,000 രൂപയാണ്. അതിൽ ചെറിയൊരു നെഗോഷ്യബിളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഓണറിൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ റെഡി ക്യാഷ് നടക്കുകയുള്ളു, ലോൺ കയറൂല, ഫൈനാൻസ് ഒന്നും കിട്ടൂല. പിന്നെന്താ പറയാ, ഇതൊരു മോഹവണ്ടിയാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചുള്ള ഒരു പ്രൈസ് ആണ് നമ്മ ഒരു ലോ ബഡ്ജറ്റിൽ ഇട്ടേക്കണത്. പിന്നെ ഹോണ്ട സിറ്റിയുടെയൊക്കെ ഒരു പ്രൈസ് വന്നെയുള്ളൂ കേട്ടോ വണ്ടിക്ക്. സിവിക്ക് ഇപ്പൊ മോഡിഫൈഡ് ചെയ്ത വണ്ടി, ക്വാളിറ്റി ഭയങ്കര കൂടിയ വണ്ടി 2.5, 3 അങ്ങനെ പല റേറ്റ് ആണ് നമുക്ക് വിൽക്കുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിക്കുള്ള പ്രൈസ്, ഒരു ഓഫർ പ്രൈസ് പോലെയുമാണ് നമ്മ ഈ ഒരു വണ്ടിക്ക് ഇട്ടേക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സിവിക്ക് നോക്കി നടക്കുന്നവർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിഡ്ലൻ മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സിവിക്കും കൂടിയാണ്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും മെയിനായിട്ട് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്, പുതിയതായിട്ട് വരുന്ന വണ്ടികളുടെ. അതുപോലെ തന്നെ മോഹ വണ്ടികൾ, നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികൾ, ഏതുതരം വണ്ടികളായാലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ എല്ലാവർക്കും